നമസ്കാരം. RVSന്റെ വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. GYMAT 101 ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് മെയ് 2025 നടന്നൊരു സപ്ലി എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അതിലെ തേർഡ് മോഡ്യൂൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഇന്നത്തെ ഡിസ്കഷൻ. ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ, ഞാൻ എഴുതി കാണിക്കാത്തതുകൊണ്ട് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ 5-ാമത്തെയും 6-ാമത്തെയും ക്വസ്റ്റ്യൻ 3 മാർക്കിന് ലാപ്ലാസ് ട്രാൻസ്ഫോമിലെ ക്വസ്റ്റ്യനാണ്. കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ പെട്ടെന്ന് എഴുതണമെങ്കിൽ എന്ത് വേണം? ലാപ്ലാസ് ട്രാൻസ്ഫോമിലെ ഫോമുല ബൈ ഹാർട്ട് ആയിരിക്കണം. കുഞ്ഞുങ്ങളെ പഠിക്കുമ്പം എല്ലാം ഭയങ്കരമായിട്ട് ഓർമ്മ വരും. നമ്മുടെ ആ ഫോമുലയുടെ ഷീറ്റ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഓർമ്മ വരും. പക്ഷേ എക്സാമിന് എഴുതുമ്പം പല കുഞ്ഞുങ്ങളും ഇപ്പോഴും സീരീസിനൊക്കെ എഴുതിയപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, ഒരു അവിയൽ പരുവായിപ്പോവും. ഇത് ലാപ്ലാസിൻ്റെ കോസാണോ സൈനാണോ കോസ് H80 ആണോ ഇനി e⁻−80 ഇടണോ പ്ലസ് വരുമ്പോൾ അങ്ങനെയാണോ ഒക്കെ കൺഫ്യൂഷനാവും. അപ്പോൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. ഈ ഓരോ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ആൻസർ സ്വന്തമായിട്ട് കിട്ടണമെന്ന് നോക്കുക. ഞാൻ ഫുൾ എഴുതുന്നത് നോക്കാൻ നിൽക്കാതിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻² ഇൻറ്റു cos 3t. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻² ഇൻറ്റു cos 3t കാണുമ്പോൾ തന്നെ അറിയാം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു f(t) എന്ന് വരികയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കൂടെയുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാം. ആ e⁻at എന്നുള്ളതിന് പകരം ഈ f(at) ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടുന്ന ആൻസർ എന്താണോ ആ ആൻസറിൽ എസ്സിന് പകരം s-a കൊടുത്താൽ മതിയെന്ന്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, e⁻²t ഇൻറ്റു cos 3t ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos 3t ഫൈൻഡ് ചെയ്താൽ മതി. എന്നിട്ട് എസ്സിന് പകരം s-2 ഒരു മാർക്ക് ഈ സ്റ്റെപ്പിന്. cos 3tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? s/s²+9. അതാണ് ഞാൻ പറഞ്ഞത്, മറന്നുപോയാൽ ഇത് x² പ്ലസ് ആണോ മൈനസ് ആണോ, ന്യൂമറേറ്ററിൽ എസ് വേണോ 1 ആണോ 3 ആണോ, ഇതൊക്കെയാണ് അവിടെ കൺഫ്യൂഷൻ ആവുക. cos 3tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം s/s²+9. sin 3tയുടെ ആണെങ്കിലോ 3/s²+9. മറന്നുപോരുത്, ആ രണ്ട് രീതിയിൽ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പിനടുത്ത് വീണ്ടും ഒരു മാർക്ക്. സൈഡിൽ എപ്പോഴും s = s-2 എന്ന് കിട്ടും. ഈ എസിൻ്റെ സ്ഥാനത്ത് s-2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് s-2/s-2² + 9 എന്ന് എഴുതുമ്പോൾ ഫുൾ മാർക്ക്, 3 മാർക്ക്. ഓരോ സ്റ്റെപ്പും പ്രഷ്യസ് ആണ്, ഓരോ സ്റ്റെപ്പിനും ഓരോ മാർക്കാണ്. പെട്ടെന്ന് നമുക്ക് കഴിയും. 3 മിനിറ്റ് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റിലൊക്കെ നിങ്ങൾ എഴുതി തീർക്കും. കാരണം ഫോമിൽ ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾ 1 മിനിറ്റ് കളയണേ. ഫൈൻഡ് L−1 ഓഫ് 1/x² - 2s - 15. രണ്ട് രീതിയിൽ ഇപ്പോൾ ഈ പ്രോബ്ലം, ഇതിപ്പോൾ ആൻസർ കീ കിടന്ന ക്വസ്റ്റ്യനാണ്, ആൻസറായി കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിപ്പം s-3 ഇൻറ്റു s+5 എന്ന് എഴുതിയാൽ ഇതിപ്പോൾ ഡിനോമിനേറ്ററിനെ നമുക്ക് എന്തുവാ, അല്ലെങ്കിൽ s-5 ഇൻറ്റു x+3 എന്ന് എഴുതിയ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്താലും തെറ്റില്ല, കറക്റ്റ് തന്നെയാണ്. അതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഡിഗ്രി 1 വരുന്ന ആളുടെ കോയിഫിഷ്യൻറ്റ് -2, അതിൻ്റെ ഹാഫ് എടുക്കണം. അതിൻ്റെ ഹാഫ് എന്താ? -2/2 എന്ന് പറയുന്നത് -1. -1നെ സ്ക്വയർ ചെയ്യണം, എന്ത് കിട്ടും? 1. അതിവിടെ ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഒന്നുകൂടെ പറയാം, ഡിഗ്രി 1 ഉള്ള s അതിൻ്റെ കോയിഫിഷ്യൻറ്റ് -2, ആ -2 ആണ് ഇവിടുത്തെ മുതലാളി. -2 എടുക്കുക, മനസ്സിലോട്ടെടുത്തു, അവനെ പകുതിയാക്കുക. /2 എന്ന് പറഞ്ഞാൽ അതിലെ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ -2/2 എന്ന് പറയുമ്പോഴേക്കും -1. ആ കിട്ടുന്ന ആൻസർ എന്താണോ അതിനെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തിട്ട് അതിവിടെ ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സോ -1നെ സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയത് 1, ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ആഡ് ചെയ്ത പാർട്ട് ഇത്രയൊന്ന് മറച്ചു വെച്ചിട്ട് ഇത്രയും നോക്കിക്കേ. x² - 2x+1 എന്ന് പറഞ്ഞാൽ x-1² അല്ലേ? അതാ നമുക്ക് ആവശ്യം. അപ്പോൾ ഈ x² - 2x+1നെ x-1² എന്നും ഈ -1 - 15നെ -16 എന്നും എഴുതി. ഇത് കണ്ടപ്പോൾ നമുക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ x² - a² എന്ന് വരുന്നത് നമ്മുടെ sin H80 cos H80 അതിൽ ഏതെങ്കിലും ആണ് ഡിനോമിനേറ്ററിൽ മൈനസ് വരുന്നത്. പക്ഷേ ന്യൂമറേറ്ററിൽ ഇവിടെ 1 ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഈ -1 പോകാൻ എന്ത് ചെയ്യണം? അപ്പോഴും ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഇൻവേഴ്സ് ആലോചിച്ചോളണം. ഡിനോമിനേറ്ററിൽ എസിൻ്റെ സ്ഥാനത്ത് s-a വരുന്നത് എപ്പോഴാണ്? e⁻80 ഇൻറ്റു f(t) വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ s-1 പോയിട്ട് s² - 4² എന്നാവാനായിട്ട് ഫ്രണ്ടിൽ ഞാനൊരു e⁻t ഇട്ടു. e⁻2t വന്നപ്പോഴല്ലേ ഇവിടെ s-2 വന്നത്. അപ്പോൾ അതാണ് s-1 വരുമ്പം ഫ്രണ്ടിലുള്ളത് എന്തായിരിക്കും? e⁻t. e⁻t ഇൻറ്റു L−1 ഓഫ് 1/x² - 4². sin H80ൻ്റെ ഫോമുല ആയില്ലേ?
sin h at L inverse of sin h at യുടെ ഫോമിൽ എന്തോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin h at ഈസ് ഈക്വൽ ടു a ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്തുവാ? sin h at ബൈ എ. ആ 4 ഇവിടെ ന്യൂമറേറ്ററിൽ, 2 ഇവിടെ ന്യൂമറേറ്ററിലില്ല, അപ്പോൾ അതിന് പകരം 4 ഇവിടെ ന്യൂമറേറ്ററില്ല, അപ്പോൾ അതിന് പകരമാണ് sin h 4t. 16 എന്നുള്ളത് 4 സ്ക്വയർ ആണ്, അതാണ് sin h 4t ബൈ 4. 3 മാർക്ക് കിട്ടിയേ. ഇവിടെ ഇതിങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നതിന് 1 മാർക്ക്, അടുത്തതിനകത്ത് മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് ഇ റേസ് ടു ടി ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതുന്നില്ല, ഈ സ്റ്റെപ്പിന് 1 മാർക്ക്, ലാസ്റ്റ് ആൻസറിന് 1 മാർക്ക്. ഇങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ രീതിയിലാക്കാൻ പറ്റുന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അടുത്ത അപ്പോൾ നമ്മൾ പാർട്ട് എ കഴിഞ്ഞു. പാർട്ട് എ പെട്ടെന്ന് തീർന്നു. കുഞ്ഞു ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്, വലിയ ടഫൊന്നുമല്ല. ഇപ്രാവശ്യം പ്രതീക്ഷിച്ചോളൂ. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ e⁻8t ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ e⁻2t ഇൻറ്റു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സയൻസ് സ്ക്വയർ എന്നെന്തോ കിടക്കുന്നത്. അപ്പോൾ അതുപോലത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരെണ്ണം വരുന്നത്. രണ്ടാമത്തെ ഇതുപോലെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനും ആയിരിക്കും മിക്കവാറും. അടുത്ത എസ് എ ക്വസ്റ്റ്യനിൽ പോകുമ്പോൾ ഇപ്പോഴും നമുക്ക് പറഞ്ഞിട്ട് പോകാം എന്തൊക്കെയാവും നമ്മുടെ പോയി നോക്കാം. ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരെണ്ണം കൺവല്യൂഷൻ ആയിരിക്കും, ഒരെണ്ണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിരിക്കും. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് ഒരു ക്വസ്റ്റ്യനെങ്കിലും കാണും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പ്രോപ്പർട്ടി എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതോ, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് വെറുതെ ഇൻവേഴ്സ് മാത്രം ഫൈൻഡ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. First essay question. Find L inverse of 2s plus 5 by x square minus 4x plus 13. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2x plus 5 by x square minus 4x plus 13. 13a. 13bയിൽ ചോദിച്ചേക്കുന്നുണ്ട് യൂസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ കൂടെ ചോദിച്ചേക്കുന്ന ഒരു കുഞ്ഞു ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് 5 മാർക്കും ഇത് 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ. 2x plus 5x square minus 4x plus 13 കിട്ടിയപ്പോഴേക്കും നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 4x plus 13 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പം പാർട്ട് എയിൽ ചെയ്ത പോലെ എസിൻ്റെ കോയിഫിഷ്യൻ എന്താ? -4. -4ൻ്റെ ഹാഫ് എന്താ? -2. -2നെ സ്ക്വയർ ചെയ്യുമ്പം 4 ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4നെ ചേർത്തിട്ട് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. -4 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ 9. ഇപ്പോഴെനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്നുള്ള ഫോമായി. പക്ഷേ എസ് തനിച്ചല്ല നിൽക്കുന്ന s-2. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഈ ഇൻവേഴ്സിനകത്തുള്ള എല്ലാ എസ്സിനെയും s-2 എന്നുള്ള ഫോമിലേക്ക് ആക്കണം. അപ്പോഴേക്കും ഞാൻ മുകളിൽ നോക്കിക്കേ 2s എന്നാണ് കിടക്കുന്നത്. അപ്പോൾ 2sൻ്റെ കൂടെ 2 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ പറ്റത്തില്ല. എനിക്ക് s-2 വരണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് അറിയും. മിസ് ചെയ്തേക്കുന്നത് 2 പുറത്തിട്ടിട്ട് എസിൻ്റെ കൂടെ എനിക്ക് s-2 വേണം. അപ്പോൾ ആ -2 വരാൻ വേണ്ടിയിട്ട് 2നെ പുറത്തേക്ക് ഇട്ടു. ഈ എസ്സിനെ മാത്രം എടുത്തിട്ട് എസിൻ്റെ കൂടെ ഈ -2 വരാൻ ഒരു -2 അവിടെ ഇട്ടപ്പോൾ അതേപോലെ അവിടെ ഒരു +2 ഇടണം, എന്നാൽ ഇതിന് ഈക്വൽ ആവത്തുള്ളൂ ഈ ലൈൻ. +5 അതുപോലെ എഴുതി, ഡിനോമിനേറ്ററിനെ അതേപോലെ എഴുതി. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 2വിനകത്തേക്ക് എടുത്താൽ 2 × s-2 ഒന്നിച്ചെടുക്കണം. 2 × 2 എന്താ? 4. 4 + 5 എന്താ? 9. +9 എന്ന് എഴുതി. സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കോട്ടെ, 2 ടേമായിട്ട് എഴുതാം. ഈ ഡിനോമിനേറ്റർ ഒന്നിച്ചെടുത്തിട്ട് ഇതൊരു ടേം പ്ലസ് ഈ 9 എന്നുള്ളത് മറ്റൊരു ടേം, അങ്ങനെ അടുത്ത് എഴുതിയിരിക്കുന്നുണ്ട്. 2 × s-2 by s-2 the whole square plus 9 എന്നും 9 by s-2 the whole square plus 9 എന്നും. ഓക്കെ, ഇവിടെ നോക്കിയോ കുഞ്ഞുങ്ങളെ, ഈ s-2 കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? കാരണം ഇത് രണ്ടും എനിക്കറിയാമെന്നുള്ള ഫോമിൽ എപ്പോഴും s-2 പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? -2 വരുന്നത് എപ്പോഴാണ്? e⁻2t വരും. അപ്പോൾ e⁻2t ദ ഫ്രണ്ട് ഇട്ടു. ഇവിടുത്തെ s-2 പോകാനാണ് e⁻2t ഇട്ടു. എന്നിട്ട് ആ s-2 കളഞ്ഞിട്ട് 2s by s² plus 9 എന്ന് എഴുതി. ഇവിടെയാണെങ്കിലോ 9 by x² plus 9. ഓക്കെ, ഇത് കോസിൻ്റെ ഫോമില, ഇത് സൈൻ്റെ ഫോമിലാണെന്ന് മനസ്സിലായി. കോസിൻ്റെ ഫോമിലേക്ക് ഓക്കെ 2 പുറത്തേക്ക് എടുത്തു. 2 × e⁻2t L ഇൻവേഴ്സ് ഓഫ് s by s² plus 9. ഇപ്പോൾ ഇത് കോസിൻ്റെ ഫോമിലായി. x² plus 9 എന്ന് പറഞ്ഞാൽ x² plus 3² ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്തേ വരാൻ പാടുള്ളൂ? 3 വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 9നെ മൊത്തത്തിലേക്ക് പുറത്തേക്ക് എടുക്കുക. 9 e⁻2t എന്നിട്ടിട്ട് L ഇൻവേഴ്സ് ഓഫ് 1 by x² plus 3². സോ ഇതിൻ്റെ സ്ഥാനത്ത് cos 3t എന്ന് കൊടുത്തു. ഇയാളുടെ സ്ഥാനത്ത് sin 3t by 3. 3യും 9നും കൂടെ പോകുമ്പോൾ ഇവിടെ എന്ത് വരും? 3 e⁻2t sin 3t. ഈ ടേമും വന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേടിക്കരുത്, ഇതേപോലെ ചെയ്തോളണം. എസിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കുക, ഹാഫ് ചെയ്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 4 എൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞില്ല അല്ലേ. ഈ ആഡിങ് സബ്ട്രാക്ഷൻ നടക്കുമ്പോഴേക്കും നമുക്കവിടെ 1 മാർക്ക് കിട്ടും. എന്നിട്ട് അതിനെങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1 മാർക്ക്, ദെൻ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ 1 മാർക്ക്, ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ 1 മാർക്ക്. 4 മാർക്ക് ഇങ്ങനെയാണ് വരുന്നത്. Use Laplace transform to solve y double dash minus 3y dash plus 2y is equal to 4. Y of 0 equal to 2, y dash of 0 equal to 3. ഇവിടെ ഇത് പറയുമ്പോഴേ
ഈ സ്ഥലത്ത് ഈക്വൽ ടു 4ൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെൽറ്റ t-4 എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഡെൽറ്റ t-4 എന്ന് പറയുമ്പോഴേക്ക് e⁻⁴x എന്ന് മാത്രം ആൻസർ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫോർമുല ഓർത്ത് വെച്ചിരിക്കണം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ 4 × u(t-2) എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോർമുല അനുസരിച്ച് e⁻as/s എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പോൾ ആ രണ്ട് ഫോർമുലയും കുഞ്ഞുങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഈ നമുക്ക് തോന്നും ലാപ്ലാസ് ട്രാൻസ്ഫോം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കളഞ്ഞാലോ എന്നൊക്കെ പിള്ളേർ ചോദിക്കും, ഡയറക്റ്റ് കളഞ്ഞാലോ എന്നൊക്കെ. കളഞ്ഞിട്ട് നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ച് വെച്ചിരുന്നാലും ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഇവിടെ വാലായിട്ട് അത് ചോദിച്ചാൽ പറ്റില്ലേ, നിങ്ങൾ ആകെ പെട്ടുപോകത്തില്ലേ. അപ്പം അതുകൊണ്ട് ആ ഫോമിൽ നോക്കി വെച്ചേക്കണം കുഞ്ഞുങ്ങളെ. ഓക്കെ, ഇനി കഥയിലായിട്ട് വരട്ടെ. നമ്മൾ ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തെഴുതി. നമുക്കിത് സെക്കൻഡ് മോഡ്യൂളിൽ സോൾവ് ചെയ്യാൻ നല്ല എളുപ്പത്തിന് മെത്തേഡ് നമുക്കറിയാം. CFഉം ഫൈൻഡ് ചെയ്ത് PIയും ഫൈൻഡ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ ഇവർ പറയുന്നത് അത് പറ്റത്തില്ല, ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് സോൾവ് ചെയ്യണമെന്ന്. അപ്പോൾ ആ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തേക്കരുത്, മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എല്ലാ ടേമിൻ്റെ കൂടെയും L കൊടുത്തു. കണ്ടോ, മാർക്ക് കിട്ടിയിട്ടില്ല. അടുത്ത സ്റ്റെപ്പിന് എനിക്കൊരു മാർക്ക് കിട്ടും. L(y)' ഫോർമുല എന്തുവാ? S² × L(y) മൈനസ് S × y(0) മൈനസ് y'(0). ഇത് കാണാതെ പഠിച്ച് എഴുതിക്കൊള്ളണേ കുഞ്ഞുങ്ങളെ. തുടങ്ങുന്നത് L(y)ൽ, പിന്നെ ഓരോ ടേം കഴിയുമ്പോൾ y(0), y'(0), y'(0) എന്നുള്ള വരും. S² S x⁻⁴ അങ്ങനെയാണ് ഓരോ ടേമിലും വരുന്നത്. -3 × ബ്രാക്കറ്റിനകത്ത് L(y') എങ്ങനെ തുടങ്ങും? S × L(y) മൈനസ് y(0). y' ആയതുകൊണ്ടാണ് S തുടങ്ങിയത്. y'' ആയപ്പോൾ കണ്ടോ, S² × L(y) പ്ലസ് 2 × L(y) is equal to L(4). 4 പുറത്തേക്ക് എടുത്താൽ L(1) അല്ലേ. L(1) എന്താ? 1/s. അതാണ് അവിടെ 4/s എന്ന് എഴുതിയത്. ഇതിന് നമുക്ക് ഒരു മാർക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പും ഒരു മാർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ താഴെ എത്തണം. നോക്കിക്കോ, ഇനി ശ്രദ്ധിച്ച് ചെയ്യണം. y(0) ക്വസ്റ്റ്യനിൽ എന്തെന്ന് തന്നിട്ടുണ്ടായിരുന്നു? 2. y'(0) 3. അപ്പോൾ എവിടെയൊക്കെ y(0) ഉണ്ടോ അവിടെയൊക്കെ 2 ഇട്ട്. കണ്ടോ, y'(0)യുടെ സ്ഥാനത്ത് 3 ഇട്ട്, വേറെ ഇടത്ത് y'(0) ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ച് L(y)യുടെ ടേം നമ്മൾ എഴുതുവാണ്. x² × L(y) മൈനസ് 2s മൈനസ് 3. ഈ -3 അകത്തേക്ക് എടുത്താൽ -3s × L(y) -3 -2 കൂടെ എന്താവും? +6 പ്ലസ് 2 × L(y) is equal to 4/s എന്ന് വന്നു. കണ്ടോ, L(y)യുടെ 1 2 3 3 ടേം അവിടുന്ന് L(y) കോമൺ ആയിട്ട് എടുത്തപ്പോൾ x² മൈനസ് 3x പ്ലസ് 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ബാക്കിയുള്ളത് എന്താ? -2x ഈ -3 + 6 എന്ന് പറഞ്ഞാൽ ഒരു +3 ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് കിടപ്പുണ്ട്. ഈക്വൽ ടു 4/x. നമുക്ക് ഈ -2x + 3നെ കൂടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി +2x ആയി. -2x കണ്ടോ, 3 എന്നുള്ളത് -3 എന്നായി. S കൊണ്ട് LCM എടുക്കുമ്പം 4 + 2x² മൈനസ് 3s എന്ന് വന്നു. അപ്പം 2x² മൈനസ് 3s പ്ലസ് 4/s എന്ന് എഴുതി. ഇപ്പോഴും ഇവിടെ x² - 3x + 2 ഞാൻ അങ്ങനെ ഇട്ടേക്കുക. ഈ ആളെ എങ്ങനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം? x² - 3x + 2 കാൽക്കുലേറ്റർ എടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ s = 1 എന്നും s = 2 എന്നുമാണ് കാൽക്കുലേറ്റർ തന്നത്. ഉടനെ x = 1-ന് x - 1 × x - 2 എന്ന് എഴുതിക്കൂടെ? കാൽക്കുലേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു x - 1 × x - 2 എന്ന് എഴുതിക്കോളാൻ. ഇത് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേ x² നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോളിനോമിയൽ എന്നുള്ളത് എടുത്തിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ 1 എന്നും 2 എന്നും കിട്ടി. അതിനെയാണ് ഫാക്ടറൈസ് ചെയ്ത് s - 1 × s - 2 എന്ന് എഴുതിയത്. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 3 ഫാക്ടർ വന്നുണ്ടോ. L(y) എന്ന് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഇതിന് y = L−1 എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പിന് എഴുതുക. ഇപ്പോഴാണ് എൻ്റെ ഒരു മാർക്ക് എടുത്ത് വന്നത്. ആദ്യത്തെ ഒരു മാർക്ക് ഈ ഫോമിലേക്കാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പിൽ അശ്രദ്ധ വരുത്തിയാൽ എൻ്റെ ഈ ഒരു മാർക്ക് കൂടെ പോകും, രണ്ടാമത്തെ മാർക്ക് പോകും. സോ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണത് ഈസി ആണെങ്കിലും മാർക്ക് നിങ്ങളെ ഇവിടുന്ന് പെട്ടെന്ന് കളയാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ മിസ്റ്റേക്ക് വരുത്തി അവർക്ക് മാർക്ക് പോകും. നമ്മൾ തലേ ദിവസത്തെ മാരത്തോൺ സപ്ലിയൊക്കെ പല ക്ലാസ്സിലും പഠിക്കുമ്പോൾ അവർ പറയും ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചിട്ട് പോകും, ഇത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയും ചെയ്യും. സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ ടൈപ്പ് വരും. അപ്പം നമ്മൾ തെറ്റിക്കാൻ പോകുന്നത് ആദ്യത്തെ ഫോമിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് എഴുതും, എന്തെങ്കിലും ഒരു മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈനകത്തൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ട് ഈ ഏറ്റവും അവസാനം കൊണ്ടുവരുന്ന ഒന്നുകിൽ ഈ സ്റ്റെപ്പിനെങ്കിലും ഒരു മാർക്ക് തരും അവർ, അല്ല ഇവിടം വരെ എത്തിയാലും ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഈ y = L ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതുമ്പോഴാണ് കിട്ടുന്ന ഒരു മാർക്കായിരിക്കും കുഞ്ഞുങ്ങൾ കളയണം. ഇനി അടുത്ത ഒരു മാർക്ക് എവിടെയെന്നറിയോ? 5 മാർക്കിൽ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് ABC കറക്റ്റായാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ സ്റ്റെപ്പിനൊന്നും മാർക്കില്ല. ഓക്കെ, അപ്പോൾ L−1 എന്ന് പറയുമ്പോൾ ഇത് ഇനി എന്താ രീതിയിലാണ് ചെയ്യുക? നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ a/s + b/s - 1 + c/s - 2
ഈ ഫോമുല ഇനി സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എസ് ഇൻറ്റു എസ് മൈനസ് വൺ ഇൻറ്റു എസ് മൈനസ് ടു ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എയുടെ കൂടെ എസ് മാത്രം പോയിട്ട് ബാക്കിയുള്ള എസ് മൈനസ് വൺ ഇൻറ്റു എസ് മൈനസ് ടു പ്ലസ് ബിയുടെ കൂടെ ഈ ഡിനോമിനേറ്ററിലുള്ള എസ് മൈനസ് വൺ കളഞ്ഞിട്ട് ബാക്കിയുള്ള എസ്സും എസ് മൈനസ് ടു, സിയുടെ കൂടെ എസ് മൈനസ് ടു പോയിട്ട് ബാക്കിയുള്ള എസ്സും എസ് മൈനസ് വണ്ണും. ഇനി നമുക്ക് എ ബി സി ഫൈൻഡ് ചെയ്യാനായിട്ട് പുട്ട് എസ് ഇസ് ഈക്വൽ ടു 1 കൊടുത്തൊരു കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാം, എസ്സിന് 2 കൊടുത്തൊരു കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാം. അടുത്ത് എന്താ ചെയ്യുന്നത്, ഇക്വേറ്റിംഗ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എസ്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം. എസ്സിന് 0 കൊടുത്തു, ഇവിടെ എക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നു, എസ്സിന് 1 കൊടുത്ത് കിട്ടിയിരിക്കുന്നു, എസ്സിന് 2 കൊടുത്ത് കിട്ടിയിരിക്കുന്നു. ഇതിനെ കൊണ്ട് ആ ഇക്വേഷൻ 1-ൽ y ഈസ് ഈക്വൽ ടു ഇപ്പോൾ എഴുതിയിരിക്കുന്നില്ലേ, എ ബൈ എസ് പ്ലസ് ബി ബൈ എന്നുള്ളത്, ഇതിന് പകരം എഴുതിയിരിക്കുന്നതല്ലേ. അപ്പം അതിനെ കൊണ്ട് ഇക്വേഷൻ 1-ൽ കൊടുത്താൽ y ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എയുടെ സ്ഥാനത്ത് എന്താ ഇപ്പോൾ ഇവിടെ കിട്ടിയത്, എയുടെ സ്ഥാനത്ത് കിട്ടിയത് 2, അപ്പോൾ 2 ബൈ എസ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് കിട്ടിയത് എന്താ, ഇവിടെ ബിയുടെ സ്ഥാനത്ത് -3 ബൈ എസ് മൈനസ് 1 പ്ലസ് സിയുടെ സ്ഥാനത്ത് കിട്ടിയത് 3 ബൈ എസ് മൈനസ് 2. ഇതേ കണ്ട പാർഷ്യൽ ഫ്രാക്ഷനകത്ത് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. ഈ സ്റ്റെപ്പ് കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് 1 മാർക്ക് കിട്ടുന്നത്. അടുത്തതിൻ്റെ ആൻസറിനാണ് ഇനിയുള്ള 2 മാർക്ക്. എൽ ഇൻവേഴ്സ് ഓഫ് 2 ബൈ എസ്, 2 പുറത്തേക്ക് എടുത്ത് 1 ബൈ എസ് എന്ന് പറയുന്നത് എന്താ, 1-ൻ്റെ എൽ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അതാണ് 2 മാത്രം അവിടെ എഴുതുക. എൽ ഇൻവേഴ്സ് ഓഫ് 3 ബൈ എസ് മൈനസ് 1, 3 പുറത്തേക്ക് എടുക്കാം, 1 ബൈ എസ് മൈനസ് 1 എന്ന് പറയുന്നത് ഇ റേസ് ടു ടി. എൽ ഇൻവേഴ്സ് ഓഫ് 3 ബൈ എസ് മൈനസ് 2, 3 ഇൻറ്റു ഇ റേസ് ടു 2t. ഇത്രയേ ഉള്ളൂ ആൻസർ. ഈ ഓരോ സ്റ്റെപ്പും കറക്റ്റായാൽ മാത്രമേ 2 മാർക്ക് നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ഉള്ള മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടെന്നുള്ള ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യനാണ്. പക്ഷേ അതിൽ 1 മാർക്ക് എല്ലാവർക്കും കിട്ടും. രണ്ടാമത്തെ മാർക്ക് എന്ന് പറയുന്നത് y ഈക്വൽ ടു എൽ ഇൻവേഴ്സ് എന്നുള്ള ആ സ്റ്റെപ്പ് വരെ എത്തിയാലേ കിട്ടത്തുള്ളൂ. അതുവരെ എത്തണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല, നല്ല ശ്രദ്ധ വേണം. പിന്നെ പ്രശ്നം വരാൻ പോകണം. ഇപ്പോൾ ഇവിടെ 4 ആയതുകൊണ്ട് എളുപ്പം. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇതേ സ്ഥലത്ത് u ഓഫ് t മൈനസ് 2 എന്ന് വന്നാൽ അയ്യോ പഠിച്ചില്ല എന്ന് പറയും. പഠിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഡെൽറ്റ ടി മൈനസ് കെ എന്നെന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ പഠിച്ചില്ല. ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫോമുലയോ ഡെൽറ്റ എന്നുള്ള ഫോമുലയിട്ട് ചോദിക്കും, ചിലപ്പോൾ യു എന്നുള്ള രീതിയിലിട്ട് ചോദിക്കും. 2 ഫോമുലയും കൂടെ പഠിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇ റേസ് ടു ടി എന്നോ അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ ചെയ്തോളും. പക്ഷേ യു ഓഫ് ടി മൈനസ് എ എന്നോ ഡെൽറ്റ ടി മൈനസ് 4 എന്നൊക്കെ വന്നാൽ എന്താണെന്നുള്ള ഫോമുല ഇവിടെ നോക്കി വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. എടുത്ത് പറയുവാണ്, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ 13th എ ബി കഴിഞ്ഞു, 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ. 14th എ ബി നോക്കിക്കേ. 14th എ ബി എന്ന് പറയുമ്പോഴേക്കും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വന്നണ്ട. 14th എ, ഫൈൻഡ് എൽ ഓഫ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 കോസ് ടി മൈനസ് 2. ടി മൈനസ് 2 രണ്ടിടത്തും കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. ഞാനിവിടെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇത് 4 മാർക്കിന് ചോദിച്ച് നമുക്ക് സുഖമായിട്ട് 4 മാർക്ക് കിട്ടും. നമുക്കേ യു ഓഫ് ടി മൈനസ് 2 ഇൻറ്റു കോസ് ഓഫ് ടി മൈനസ് 2 നമുക്ക് 3 അങ്ങ് പുറത്തേക്ക് എടുക്കാം, എഴുതി. നമുക്ക് ആവശ്യം എന്താ, നമ്മുടെ ഡയറക്റ്റ് ഫോമുല അല്ലേ, യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2 അല്ല ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്നുള്ളതാണ് നിങ്ങളുടെ ഫോമുല. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്തിട്ട് ആ ഫോമുല നോക്കിക്കോളാം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഫോമുല. ഇത് രണ്ടും ടി മൈനസ് 2 എന്നുള്ള സെയിം സ്കെയിലിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഫോമുല അപ്ലൈ ചെയ്യാം. ഈ ടി മൈനസ് 2 കളയാൻ വേണ്ടി എന്ത് ചെയ്താൽ ആദ്യം ഫ്രണ്ടിൽ ഇ റേസ് ടു മൈനസ് 2s ഇട്ടു. എൽ ഓഫ് കോസ് ടി മൈനസ് 2 എന്നുള്ളത് കോസ് ടി എന്നാവും മാറും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി എന്തുവാണ്, ഇതിന് നിങ്ങൾക്ക് 2 മാർക്ക്, അടുത്തതിന് 2 മാർക്ക്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ആൻസർ ഫുള്ളായി. 2, 4 മാർക്ക്. ഓരോ സ്റ്റെപ്പിനും 2 മാർക്ക്. ഇത് മാത്രമല്ല, 2 സ്റ്റെപ്പിലേക്ക് തീർന്നു. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ പ്രശ്നം ഫോമുല കുഞ്ഞുങ്ങൾക്ക് ഓർമ്മിക്കണം. ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് കാണുമ്പോൾ തന്നെ മിസ്സേ അത് സ്കിപ്പ് ചെയ്തിട്ട് എന്നാണ് എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ചോദിക്കണം. അറിയോ, അത് പഠിക്കണോ മിസ്സേ എന്നും കൂടെ ചോദിക്കും അവർ. ഇനി കൺവല്യൂഷൻ തിയറം നോക്കിയാൽ, യൂസിങ് കൺവല്യൂഷൻ തിയറം ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കൺവല്യൂഷൻ തിയറം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന സാധനമാണ്. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 1 ബൈ എക്സ് സ്ക്വയർ എന്നും 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇതിൽ 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ടിയുടെ ഫോമുലയാണ്. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാലോ സൈൻ 80 ബൈ എയുടെ ഫോമുലയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ സ്റ്റാർ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് ടി സ്റ്റാർ സൈൻ 80 ബൈ എ എന്നായി മാറും. നമ്മളങ്ങനെ എഴുതി പഠിച്ച് ടീച്ചർ പക്ഷേ എഴുതുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ടി സ്റ്റാർ സൈൻ 80 ബൈ എ. അപ്പോൾ നമ്മുടെ ഫോമുല അനുസരിച്ച് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ടി, ഒരാൾക്ക് ടി മൈനസ് യു മറ്റേ ആൾക്ക് യുവും കൊടുക്കാം. അപ്പോൾ ഇവിടെ
ടി എന്നുള്ളത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിന് ടി മൈനസ് യു എന്നും, രണ്ടാമത്തെ സൈൻ 80 ടി മൈനസ് യു കൊടുക്കുന്നത് കഷ്ടമില്ലേ, അതുകൊണ്ടാണ് അവന് ജി ഓഫ് യു ഡി യു എന്ന് വിളിച്ചത്. ഇങ്ങനെ തന്നെ കൊടുക്കണം നിർബന്ധമില്ല, തിരിച്ച് വേണമെങ്കിലും കൊടുക്കാം. എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ ചെയ്താണ്ട് ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് യു കൊടുത്തു. സൈൻ എന്നുള്ളിടത്ത് സൈൻ എ യു ബൈ എ ഡി യു, ഇതങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഫൊറിയർ സീരീസ് ഒക്കെ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, പോളിനോമിയൽ ഇൻറ്റു ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എളുപ്പ വഴി ഇപ്പോൾ പറഞ്ഞുതരാം. പോളിനോമിയലിനെ നമ്മളൊരു കോളമായിട്ട് എഴുതണം, രണ്ടാമത്തെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ രണ്ടാമത്തെ കോളമായിട്ട് എഴുതണം. ഈ ആദ്യത്തെ ടി മൈനസ് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടി മൈനസ് യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവിനാണ്, മൈനസ് യുവിൻ്റെ ഡെറിവേറ്റീവ് -1, -1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 0. അതുപോലെ സൈൻ എ യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം മൈനസ് കോസ് എ യു ബൈ എ എന്ന് വരും. കോസ് എ യു ബൈ എനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം മൈനസ് സൈൻ എ യു ബൈ എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പം ഇത് ഈ 0 വരുന്നവരെ എഴുതണം. എന്നിട്ട് ആദ്യത്തെ ടേമിൻ്റെ ഫ്രണ്ടിൽ പ്ലസ് മൈനസ് പ്ലസ്. ഇനി ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ടി മൈനസ് യു ഇൻറ്റു നേരെ പോരുത്, ഈ ഇങ്ങനെ വരയിട്ടേക്കുന്നുണ്ടോ, ഇങ്ങനെ മൾട്ടിപ്ലൈ ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈയും പോലെ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, ടി മൈനസ് യു ഇൻറ്റു ഈ മൈനസ് ഓഫ് കോസ് എ യു ബൈ എ, അതിനൊരു ബ്രാക്കറ്റ് ഇട്ടോളണം. അടുത്ത മൈനസ് ബ്രാക്കറ്റിൽ -1 ഇൻറ്റു ഇത് മൈനസ് ഓഫ് സൈൻ എ യു ബൈ എ സ്ക്വയർ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഈ സ്റ്റെപ്പ് അടുത്താണ് ഈ സ്റ്റെപ്പ് വരുന്നത്. ഈ മൈനസ് ടി മൈനസ് യു ഇൻറ്റു കോസ് എ യു ബൈ യുവും മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും ഇൻറ്റു ഈ മൈനസാണ് മൈനസ് സൈൻ എ യു ബൈ എ സ്ക്വയർ. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എല്ലാ മൈനസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ മൈനസ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടോ. ലിമിറ്റ് എന്ന് പറയുന്നത് 0 to t. ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള എളുപ്പ വഴിയായി പറഞ്ഞു തന്നെ. ആദ്യത്തെ ആളെ ഒരു കുളത്തിൽ എഴുതുക, രണ്ടാമത്തെ ആളെ രണ്ടാമത്തെ കുളത്തിൽ എഴുതുക, ഫസ്റ്റ് കുളത്തിൽ എഴുതിയ ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, രണ്ടാമത്തെ കുളത്തിൽ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് ഡി എന്നും ഐ എന്നും ഇട്ടേക്കുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇവിടെ വിത്ത് റെസ്പെക്ട് യുവിനാണ് ഡി ബൈ ഡി യു ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതാണ് -1 0 എന്ന് വന്നത്. 0 വന്നാൽ അവിടെ വെച്ച് നിർത്തിക്കൊള്ളാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ 0യുടെ തൊട്ട് അതുവരെ ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ ആളെ എടുക്കരുത്, ഇൻ്റഗ്രേഷന് നേരെ താഴെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ള രീതിയിൽ സിമ്പിൾ ഇട്ട് പോയിക്കൊള്ളണം. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത യുവിന് ടി മൈനസ് യുവിൻ്റെ സ്ഥാനത്ത് ടി വരുമ്പോൾ ടി മൈനസ് ടി 0, അപ്പം ഈ ലിമിറ്റ് 0 ആയിപ്പോയി. മൈനസ് ഓഫ് സൈൻ എ ടി ബൈ എ സ്ക്വയർ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0 എന്നുള്ള എഴുതിയിട്ടില്ല, അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഈ മൈനസ് സൈൻ എ ടി ബൈ എ സ്ക്വയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ടി മൈനസ് 0 0, കോസ് 0 എന്താ കുഞ്ഞുങ്ങളെ 1, അപ്പോൾ അതാണ് മൈനസ് ടി ഇൻറ്റു കോസ് 0 ബൈ എ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് സൈൻ 0 0. ഈ മൈനസ് ടി ഇൻറ്റു കോസ് 0 ബൈ എയിൽ ഇവിടെ എവിടെ പ്ലസ് ഇട്ടേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയിരുന്നു. ആ ലോവർ ലിമിറ്റിലെ മൈനസും ഈ മൈനസും കൂടെയാണ് ലിമിറ്റ് എടുത്തപ്പം എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ സാധാരണ കുറേ സ്റ്റെപ്പ് എഴുതും, ഇവിടെ അത്ര സ്റ്റെപ്സ് ഇവിടെ ഇല്ല. സോ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത് കേട്ടോ. ടി കോസ് 0 ബൈ എന്ന് എഴുതി ആൻസർ കംപ്ലീറ്റ് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ മൈനസ് സൈൻ എ ടി ബൈ എ സ്ക്വയർ പ്ലസ് ടി ബൈ എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പം ഒരു കാര്യം മനസ്സിലായി, കൺവല്യൂഷൻ തിയറം ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷനും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതും ഇവിടെയാണ്.